നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 4 ജില്ലകളിലെ വിലയിരുത്തലുകൾ നമ്മൾ നടത്തി. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്. ഈ 4 ജില്ലകളിലെ മൊത്തം വിലയിരുത്തലുകൾ നോക്കുമ്പോൾ LDFന് നേരിയ മേൽക്കോയ്മയാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയെ പറ്റിയാണ്. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന 16 മണ്ഡലങ്ങളെ പറ്റിയിട്ടുള്ള വിലയിരുത്തലാണ്. മലപ്പുറം നമുക്കറിയാം, അത് UDFന്റെ കോട്ടയാണ്. വേണമെങ്കിൽ പച്ചക്കോട്ടയാണ്, ലീഗിന്റെ കോട്ട കൂടിയാണ്. ലീഗിന് ഭൂരിഭാഗം സീറ്റുകളും വരുന്നുള്ളത് ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. എന്നാൽ ഇത്തവണ 10 വർഷം ഭരണം നടത്തിയ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷനോ മുസ്ലിം വോട്ടിന്റെ കൺസോൾട്ടേഷനോ ഉണ്ടാവുമോ എന്നുള്ള പരിശോധനയാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമുള്ളത്. ഏതായാലും മലപ്പുറം ജില്ലയിലെ 16 സീറ്റുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന് വ്യക്തമായ മേൽക്കോയ്മയുള്ള ഒരു ജില്ലയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരു മേഖല കൂടിയാണ് മലപ്പുറം ജില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരത്തെ ഉണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകൾ ആവർത്തിക്കുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും വരുന്നുള്ളത്. വലിയൊരു ശതമാനം ആളുകൾ അത് തന്നെ ആവർത്തിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും മണ്ഡലം തലത്തിലുള്ള വിലയിരുത്തലുകൾ നമ്മൾ നടത്താം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മണ്ഡലത്തെ പറ്റിയാണ്. കൊണ്ടോട്ടി മണ്ഡലത്തിൽ IUML വേണ്ടി TP അഷ്റഫ് അലിയും LDFന് വേണ്ടി ഡോക്ടർ പി ജിജിയുമാണ് മത്സരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ TV ഇബ്രാഹിം ആയിരുന്നു IUML സ്ഥാനാർത്ഥി. 82,000 വോട്ടാണ് നേടിയത്. LDFന്റെ കറ്റിപ്പുറത്ത് സുലൈമാൻ ഹാജി 65,000 വോട്ടാണ് അന്ന് നേടിയത്. അപ്പോൾ TV ഇബ്രാഹിമിന്റെ അന്നത്തെ വിജയം 17,666 വോട്ടിന്റെ വിജയമാണ് അന്ന് TV ഇബ്രാഹിമിന് കൊണ്ടോട്ടി മണ്ഡലത്തിൽ ലഭിച്ചത്. 2016 വരുമ്പോൾ അന്ന് TV ഇബ്രാഹിം 69,000 വോട്ട് നേടി. LDFന്റെ ബീരാൻകുട്ടി 59,000 വോട്ടും ആണ് നേടിയത്. അവിടെ അന്നത്തെ വിക്ടറി 10,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അന്നത്തെ IUMLന്റെ വിക്ടറി 10,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 2011 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ K മുഹമ്മദ് കുഞ്ഞി ആജി എന്ന IUML സ്ഥാനാർത്ഥി 67,000 വോട്ടാണ് നേടിയത്. CPMന്റെ PC നൌഷാദ് 39,000 ചില്ലാനം വോട്ട്. അപ്പോൾ അന്നത്തെ IUMLന്റെ 2011 വിക്ടറി എന്നുള്ളത് 28,000 വോട്ടിൻ്റെതായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2011 28,000 വോട്ടിന്റെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ലഭിച്ചപ്പോൾ 2016 ആ ഭൂരിപക്ഷം 10,000 വോട്ടായിട്ട് കുറയുകയാണ് ചെയ്തത്. 2021 വരുമ്പോൾ വീണ്ടും അത് 17,000 ഉയരുന്നുണ്ട്. ഏതായാലും ഇത്തവണയും അട്ടിമറി പ്രതീക്ഷയൊന്നുമില്ല. LDF സ്ഥാനാർത്ഥിക്ക് ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നില്ല. ഒരു നല്ല മത്സരം നടന്നു എന്നുള്ള കാര്യം പോലും സംശയമാണ്. TP അഷ്റഫ് അലി മുസ്ലിം ലീഗിലൂടെ മണ്ഡലം നിലനിർത്താൻ തന്നെയാണ് സാധ്യത. ഇനി ഏറനാട് മണ്ഡലത്തെ പറ്റിയാണ്. IUML സ്ഥാനാർത്ഥി PK ബഷീർ. നമുക്കറിയാം, ബഷീറിന്റെ നിയമസഭാ പ്രസംഗങ്ങളും ശൈലിയൊക്കെ പല സമയത്തും വലിയ ചർച്ചയും അത് ട്രോളുകളൊക്കെ മാറിയിട്ടുള്ളതാണ്. CPI ആണ് LDFൽ നിന്നും മത്സരിക്കുന്നത്. ഷഫീർ കിഴിശ്ശേരിയാണ് CPI സ്ഥാനാർത്ഥി. 2021 തെരഞ്ഞെടുപ്പിൽ PK ബഷീർ 78,000 വോട്ട് നേടിയപ്പോൾ LDFന്റെ KT അബ്ദുറഹ്മാൻ 55,000 വോട്ടാണ് അന്ന് നേടിയത്. 2016 വരുമ്പോൾ PK ബഷീർ 69,000 വോട്ടും KT അബ്ദുറഹ്മാൻ 56,000 വോട്ടുമാണ് നേടിയത്. ഇപ്പോൾ CPI ആണ് മത്സരിക്കുന്നത്. 2011 തെരഞ്ഞെടുപ്പിൽ PK ബഷീർ 58,000 വോട്ട് നേടിയപ്പോൾ അന്ന് PV അൻവർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. അൻവർ ആദ്യമായിട്ട് ഇവർക്കെതിരെ രംഗത്ത് വരുന്നത് ആ സമയത്താണ്. 47,000 ചില്ലാനം വോട്ടാണ് അന്ന് PV അൻവർ നേടിയത്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പരിശോധിക്കുമ്പോൾ 2021 തെരഞ്ഞെടുപ്പിലെ ബഷീറിന്റെ ഭൂരിപക്ഷം 22,000 വോട്ടായിരുന്നു. ഏതായാലും ഈ ഏറനാട് മണ്ഡലത്തിൽ ഒരു അട്ടിമറി സാധ്യതയുമില്ല. IUML തന്നെ നിലനിർത്തും. PK ബഷീറിന്റെ ഭൂരിപക്ഷം എത്രയാണെന്നുള്ളത് മാത്രമാണ് നോക്കാനുള്ളത്. പ്രത്യേകിച്ചും CPI തന്നെ നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ അതിനപ്പുറമുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. PK ബഷീർ മണ്ഡലം നിലനിർത്തും. ഭൂരിപക്ഷം എത്രയാണെന്നാണ് നോക്കാനുള്ളത്. ഇപ്പോൾ പറഞ്ഞു വരുന്ന 2 മണ്ഡലങ്ങളും UDFിനെയാണെന്ന് ഇതിൽ വ്യക്തമായി
കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിലമ്പൂർ മണ്ഡലത്തെ പറ്റിയാണ്. നമ്മുടെ പി വി അൻവറിന്റെ പഴയ കോട്ട, പി വി അൻവറിലൂടെ LDF പിടിച്ചെടുത്ത മണ്ഡലം. കോൺഗ്രസിന്റെ നിലവിലുള്ള MLA ആര്യാടൻ ഷൗക്കത്താണ് കോൺഗ്രസിന് വേണ്ടി UDF വേണ്ടി മത്സരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി U ഷറഫ് അലിയാണ് LDF വേണ്ടി മത്സര രംഗത്തുള്ളത്. BJP മത്സരിക്കുന്നില്ല, BDJS ആണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. 2025 ബൈ ഇലക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. അന്ന് ആര്യാടൻ ഷൗക്കത്ത് 77,000 വോട്ടാണ് നേടിയത്. അത് 77,000 ചില്ലാനം വോട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയത്. പി വി അൻവറിന്റെ മണ്ഡലം UDF തിരിച്ചു പിടിക്കുകയായിരുന്നു പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന്. CPM വേണ്ടി സ്വരാജ് മത്സരത്തിന് ഇറങ്ങി 66,000 ചില്ലാനം വോട്ട് നേടി എന്നുള്ളതാണ്. അന്ന് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ആ മണ്ഡലത്തിൽ മത്സരിച്ചു. 19,000 ചില്ലാനം വോട്ടാണ് പി വി അൻവർ നേടിയിട്ടുള്ളത്. പിന്നീട് BJPയും SDPയും കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. 11,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസിന്റെ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയത്. അപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അന്ന് പി വി അൻവർ 81,000 വോട്ടും കോൺഗ്രസിന്റെ VV പ്രകാശ് 78,000 വോട്ടുമാണ് നേടിയത്. അന്നത്തെ ഭൂരിപക്ഷം 2,700 വോട്ടിൻ്റെതായിരുന്നു. 2016 വരുമ്പോൾ പി വി അൻവറിന്റെ വോട്ട് 77,000 ചില്ലാനവും ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു 66,000 ചില്ലാനം വോട്ടാണ്. അന്നത്തെ ഭൂരിപക്ഷം 11,000 വോട്ടിൻ്റെതായിരുന്നു. 2011 ആര്യാടൻ മുഹമ്മദ് ജയിച്ച മണ്ഡലം 66,000 വോട്ട്. അന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി തോമസ് മാത്യു 60,000 വോട്ട് നേടി. ഏതായാലും കഴിഞ്ഞ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ 77,000 വോട്ട് ആര്യാടൻ ഷൗക്കത്ത് നേടിയപ്പോൾ 66,000 വോട്ടാണ് M സ്വരാജിന് നേടാൻ കഴിഞ്ഞത്. അപ്പോൾ അന്ന് പി വി അൻവർ 19,000 ചില്ലാനം വോട്ട്, 20,000 അടുത്ത് വോട്ട് കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ പി വി അൻവർ നേടിയിട്ടുണ്ട്. അതുകൂടാതെ SDPയും ഒക്കെ ആ മണ്ഡലത്തിൽ സ്വാധീനമുള്ള പാർട്ടിയാണ്. അപ്പോൾ ഈ വോട്ടുകൾ എങ്ങോട്ട് പോകും? കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ പി വി അൻവറിന് ലഭിച്ച 20,000 വോട്ടും SDPയുടെ വോട്ടും എങ്ങോട്ട് പോകും എന്നുള്ളത് വളരെ നിർണായകമാണ്. എങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ ഈ മണ്ഡലം UDF നിലനിർത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ അട്ടിമറി പ്രതീക്ഷകളുമായിട്ടാണ് LDF മത്സരിക്കുന്നത്. ഏതായാലും നല്ല മത്സരം നടന്നാൽ ചിലപ്പോൾ നേരത്തെ പി വി അൻവറിന് പോയ വോട്ട് പൂർണ്ണമായിട്ടും UDF അനുകൂലമായിട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് പൂർണ്ണമായിട്ടും UDF അനുകൂല വോട്ടുകളല്ല. അങ്ങനെ വന്നാൽ റിസൾട്ടുകൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും UDF തന്നെയാണ് സാധ്യത കൂടുതൽ. ഇനി വണ്ടൂർ മണ്ഡലത്തെ പറ്റിയാണ്. സംവരണ മണ്ഡലമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസിന്റെ നേതാവ് AP അനിൽകുമാറാണ് മണ്ഡലത്തിലെ MLA ആയി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇക്കുറിയും അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി. CPMന് ഡോക്ടർ KK ദാമോദരനാണ് CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. AP അനിൽകുമാറാണ് സ്ഥിരം അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ളത്. രണ്ടാമതൊരു ഓപ്ഷനിലേക്കൊന്നും കോൺഗ്രസ് പോവാറില്ല. കോൺഗ്രസിൽ ആളുണ്ടോ എന്ന് പോലും അറിഞ്ഞൂടാ. സെക്കൻഡറി ഓപ്ഷൻ നോക്കണമെങ്കിൽ സുപരിചിതനായ ആളായിരിക്കണമല്ലോ. 2021 AP അനിൽകുമാറിന് 87,000 വോട്ടും CPMന് 71,000 വോട്ട്. അതാണ് നമ്പർ എന്നുള്ളത്. 2016 എത്തുമ്പോൾ അത് AP അനിൽകുമാർ 81,000 വോട്ടും CPM 58,000 വോട്ടുമാണ്. 2011 അത് അനിൽകുമാർ 77,000 വോട്ടും CPMന്റെ VV രമേശൻ 48,000 വോട്ടും. അപ്പോൾ എല്ലാ തവണയും അനിൽകുമാർ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 15,563. അപ്പോൾ ഒരു 10,000-നും 20,000-നും ഒക്കെ മുകളിലാണ് ഒരു ഭൂരിപക്ഷം ഇങ്ങനെ വരാറുള്ളത്. AP അനിൽകുമാറിനെ ജനങ്ങൾക്ക് കണ്ടുമടുത്തിട്ടുണ്ട് അവർ. പക്ഷെ മലപ്പുറം ജില്ലയാണ്, വണ്ടൂർ, അതൊക്കെ വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. അത് തന്നെ തുടരാനാണ് സാധ്യത. ഭൂരിപക്ഷം എത്രയാണെന്ന് പരിശോധിക്കുന്ന ഒരു ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം അനിൽകുമാർ എന്ന സ്ഥിരം ആളെ, സുപരിചിതനായ, കാലങ്ങളായിട്ട് അവിടെ കാണുന്ന ആളെ അദ്ദേഹത്തെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുകയും മത്സരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അത് ആ മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും UDF അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. UDF സുഖമായിട്ട് ജയിച്ചു കയറാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇനി മുസ്ലിം ലീഗിന്റെ പച്ചക്കോട്ടയായ മഞ്ചേരിയെ പറ്റിയാണ്. മഞ്ചേരി ഒക്കെ മറിഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും മറിയാനുള്ള സാധ്യതയില്ല. IUMLന്റെ M റഹ്മത്തുള്ള, LDFന്റെ VM മുസ്തഫ, BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ UA ലത്തീഫ് IUMLന് വേണ്ടി മത്സരിച്ചു.
78,000 വോട്ട് നേടി. CPI ആയിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥി. നാസർ ഡിബോണ 64,000 വോട്ട് നേടി. ഭൂരിപക്ഷം 14,573. ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മഞ്ചേരി മണ്ഡലത്തിലുള്ളത്. 2016 ഉമ്മർ 69,000 CPIയുടെ അഡ്വക്കേറ്റ് കെ മോഹൻദാസ് 50,000 വോട്ട് നേടി. അപ്പൊ അന്നത്തെ ഭൂരിപക്ഷം 19,000 ആയിരുന്നു. ഇനി 2011 വരുമ്പോൾ ഉമ്മർ 67,000 CPIയുടെ പി ഗൗരി 38,000 വോട്ടുമാണ് നേടിയത്. അപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം 29. അതായത് 2011 29,000 ഭൂരിപക്ഷം, 2016 എത്തുമ്പോൾ 19,000 ഭൂരിപക്ഷം, 2021 എത്തുമ്പോൾ 14,000 ഭൂരിപക്ഷം. അപ്പോൾ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം മഞ്ചേരി മണ്ഡലത്തിൽ കുറയുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും സ്വതന്ത്ര പരീക്ഷണമാണ് LDF നടത്തുന്നത്. CPI സീറ്റ് സ്വതന്ത്രമാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എങ്കിൽ പോലും ഭൂരിപക്ഷം കുറയുന്നുണ്ടെങ്കിൽ പോലും മണ്ഡലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ മുസ്ലിം ലീഗ് തന്നെ ജയിച്ചു പോകാനാണ് സാധ്യത. മഞ്ചേരിയിൽ ജയിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് എവിടെ ജയിക്കാനാണ്? ഏതായാലും മുസ്ലിം ലീഗ് സീറ്റ് നിലനിർത്താൻ തന്നെയാണ് മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം സാധ്യത. റഹ്മത്തുള്ളയ്ക്ക് MLA ആയി നിയമസഭയിൽ പോകാം. ഈ പറഞ്ഞ പല പേരുകളും എന്തെങ്കിലും സാമൂഹിക വിഷയങ്ങളിലോ നിയമസഭയിൽ കാര്യങ്ങളായ ഇടപെടലുകളോ നടത്തിയതായിട്ട് നമ്മൾ കാണാറില്ല. പലരും വിസ്മരിക്കപ്പെടുന്ന പേരുകളാണ്. ഒരു സമയത്ത് ഇങ്ങനെ സ്ഥാനാർത്ഥികളായി വരും പോകും എന്നുള്ള അവസ്ഥ മാത്രമാണ് ഈ സീറ്റുകളുടെ പ്രത്യേകത എന്നുള്ളത്. UDF നിലനിർത്താൻ തന്നെയാണ് മഞ്ചേരി സാധ്യത. ഇനി പെരിന്തൽമണ്ണ CPM-ന് നല്ല അടിത്തറയുള്ള, LDF-ന് അത്യാവശ്യം സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ വലിയ തിരിച്ചടിയാണ് CPM-നുണ്ടായത്, LDF-നുണ്ടായത്. അവരെ കയ്യിലുണ്ടായിരുന്ന പല പഞ്ചായത്തുകളും നഷ്ടപ്പെടുകയും പല സീറ്റുകളും നഷ്ടപ്പെടുകയും ചെയ്തു. ഭരണവിരുദ്ധ വികാരമോ CPM വിരുദ്ധ വികാരമോ എന്താണ്, ന്യൂനപക്ഷ സംഘടിതമായ വോട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ പെരിന്തൽമണ്ണയിൽ വലിയ തിരിച്ചടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ നജീബ് കാന്തപുരമാണ് വിജയിച്ചത്. നിലവിലുള്ള MLA ആണ്. നജീബ് കാന്തപുരം തന്നെയാണ് IUML സ്ഥാനാർത്ഥി. VP മുഹമ്മദ് അനീഫയാണ് CPM സ്ഥാനാർത്ഥി. CPM പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. നജീബ് കാന്തപുരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് KPM മുസ്തഫയോടാണ്. ഭൂരിപക്ഷം എന്നുള്ളത് 38 വോട്ടിൻ്റെതായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ ഭൂരിപക്ഷം പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ 38 വോട്ടാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മൊത്തം സ്ഥിതിയൊക്കെ മാറി മറയുന്നുണ്ട്. പക്ഷേ ഈ 38 വോട്ടിനെതിരെ പിന്നീട് നിയമ നടപടികളൊക്കെ സ്വീകരിച്ചു കോടതിയുടെ ഭാഗത്ത്. അതൊന്നും നടപടിയാവുന്ന കാര്യമല്ല. എങ്കിലും ഇത്തവണ നജീബ് കാന്തപുരത്തിന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വളരെ ചലഞ്ചിങ് ആയ ഒരു സ്ഥിതിവിശേഷമാണ്. 2016 മഞ്ചാളംകുഴി അലി 70,000 വോട്ട് നേടി. CPM ഇഞ്ചോടിഞ്ച് മത്സരം നടത്തി 70,000 ചില്ലാനം വോട്ട് CPM നേടി. അന്നത്തെ മഞ്ചാളംകുഴി അലിയുടെ ഭൂരിപക്ഷം 579 വോട്ടിൻ്റെതായിരുന്നു. അപ്പോൾ 2011 മഞ്ചാളംകുഴി അലി 69,000 CPM-ന്റെ ശശികുമാർ 60,000 വോട്ടുമാണ് നേടിയത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മണ്ഡലത്തിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ അട്ടിമറി, അല്ലെങ്കിൽ അട്ടിമറി എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല, IUML-ന്റെ വാർഡാണ്. പക്ഷെ CPM ഇഞ്ചോടിഞ്ച് മത്സരം നടത്തുന്ന മണ്ഡലമാണ്. നജീബ് കാന്തപുരത്തിന്റെ വിജയം 39 വോട്ടിനാണെങ്കിൽ നജീബ് കാന്തപുരം മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങളാണ് UDF ചർച്ചാ വിഷയമാക്കിയത്. ഏതായാലും വികസനങ്ങൾ പറഞ്ഞുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ എന്ത് സംഭവിക്കുമെന്ന് വളരെ നിർണായകമാണ്. UDF പൂർണ്ണമായിട്ടും നിലനിർത്തുമെന്ന് നമ്മൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. LDF ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നടത്തും. മാത്രമല്ല LDF-ന് അവിടെ സംഘടനാ സംവിധാനമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും അവർ അതിശക്തമായ മത്സരം കാഴ്ചവെക്കാറുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ടുള്ള ഒരു ശക്തമായ മത്സരം ഏതായാലും പെരിന്തൽമണ്ണയിലെങ്കിലും മലപ്പുറം ജില്ലയിൽ കാണാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞാളംകുഴി അലിയുടെ മങ്കട മണ്ഡലത്തെ പറ്റിയാണ്. മഞ്ഞാളംകുഴി അലി പെരിന്തൽമണ്ണയിൽ നിന്നും മങ്കടയിലേക്ക് മാറിയല്ലോ. അപ്പോൾ കുന്നത്ത് മുഹമ്മദാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ വന്നിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയായിരുന്നു. പിന്നീട് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. LDF അയാളെ പിന്തുണക്കുന്നു, CPM പിന്തുണക്കുന്നു. കൂടാതെ SDPI കൂടി അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കുന്നത്ത് മുഹമ്മദിന് പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്തുണക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മഞ്ഞാളംകുഴി അലിയാണ് UDF-ൻ്റെത്. 2021 83,000 വോട്ടാണ് മഞ്ഞാളംകുഴി അലി നേടിയത്. TK റഷീദ് അലിയാണ് 76,000 വോട്ട് CPM-ന് വേണ്ടി അത് നേടിയത്. അന്നത്തെ ഭൂരിപക്ഷം 6,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 2011 TA അഹമ്മദ് കബീർ മത്സരിച്ചപ്പോൾ 69,000 CPM-ന്റെ അഡ്വക്കേറ്റ് റഷീദ് അലി 67,000
ആയിരുന്നു ഭൂരിപക്ഷം എന്നുള്ളത്. ഭൂരിപക്ഷം എന്നുള്ളത് 1500 വോട്ടിൻ്റെതായിരുന്നു. 2011 ടി എ അഹമ്മദ് കബീർ 67,000 ഖദീജ സത്താർ 44,000 വോട്ടുമാണ് നേടിയത്. അന്നത്തെ ഭൂരിപക്ഷം 23,000 വോട്ടായിരുന്നു. UDFന്റെ സിറ്റിംഗ് മണ്ഡലമാണെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ 2011 റിസൾട്ട് നമ്മൾ ആസ്പദമാക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ വലിയ മാർജിനിലേക്ക് ഭൂരിപക്ഷം മാറാം. അല്ലാത്ത പക്ഷം അതിശക്തമായ മത്സരം തന്നെ മങ്കടയിൽ കാണാൻ പറ്റും. എങ്കിൽ പോലും നിലവിലൊരു 10 വർഷം ഭരിച്ച ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും അത്തരം കാര്യങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൽ വിഷയമാവുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ UDFന് പരിക്ക് പറ്റാനുള്ള സാധ്യതകൾ കുറവാണ്. ഏതായാലും അത്യാവശ്യം നല്ലൊരു മത്സരം നടന്നുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത. ഇനി മലപ്പുറം മണ്ഡലത്തെ പറ്റിയാണ്. കുഞ്ഞാലിക്കുട്ടി നേരത്തെ ഉണ്ടായിരുന്ന വേങ്ങരയിൽ നിന്നും തടി സലാമത്താക്കി മലപ്പുറത്തേക്ക് വന്നല്ല, വേങ്ങര ഷാജിയെ ഏൽപ്പിച്ച് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ KT മുജീബാണ് NCP SP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. മലപ്പുറം മണ്ഡലത്തെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. UDFന്റെ ഭൂരിപക്ഷം എണ്ണേണ്ട മണ്ഡലമാണ്, മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം എണ്ണേണ്ട മണ്ഡലമാണ്. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയാണ് സ്ഥാനാർത്ഥി. IUML 2021 P ഉബൈദുള്ള മത്സരിച്ച് 93,000 വോട്ടാണ് നേടിയത്. പാലോളി അബ്ദുറഹ്മാൻ LDFന് വേണ്ടി മത്സരിച്ചു, CPMന് വേണ്ടി 57,000 വോട്ടാണ് നേടിയത്. 2016 P ഉബൈദുള്ള 81,000 വോട്ടും CPMന്റെ KP സുമതി 45,000 വോട്ടുമാണ് നേടിയത്. 2011 P ഉബൈദുള്ള 77,000 വോട്ടും JDSന്റെ മദത് സാദിഖ് അലി 33,000 വോട്ടാണ് നേടിയത്. കൂടുതലൊന്നും ചർച്ച ചെയ്യാനില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ളത് നോക്കാൻ മാത്രമാണുള്ളത്. വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ട് മാറി എന്നുള്ളത് ഒരു ചോദ്യമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ളതാണ് മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നോക്കാനുള്ളത്. ഇനി KM ഷാജിക്ക് കുഞ്ഞാലിക്കുട്ടി ഏൽപ്പിച്ച വേങ്ങര മണ്ഡലത്തെ പറ്റിയാണ്. വേങ്ങര മണ്ഡലം ലീഗിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് എണ്ണാൻ മാത്രം നോക്കുന്ന മണ്ഡലമാണ്. ഇപ്രാവശ്യം KM ഷാജിക്ക് സുരക്ഷിതമായ സീറ്റ് കൊടുത്തു. KM ഷാജി നിയമസഭയിൽ ഉണ്ടാകണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ടാവും. ശക്തമായ പ്രസംഗങ്ങളൊക്കെ നിയമസഭയിൽ നടത്താൻ വേണ്ടിയിട്ടായിരിക്കാം KM ഷാജിക്ക് ഈ സീറ്റ് കൊടുത്തിട്ടുള്ളത്. സബാഹ് കുണ്ടുപുഴക്കൽ ആണ്. വളരെ വിവാദം നിറഞ്ഞ സ്ഥാനാർത്ഥിത്വമാണ്. അദ്ദേഹം SDPIയുടെ നോമിനിയാണെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് 11,000 വോട്ട് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇപ്രാവശ്യം LDF അദ്ദേഹത്തെ പിന്തുണക്കുന്നു എന്നുള്ളതാണ്. KM ഷാജിക്കെതിരെ മത്സരിക്കുന്നത്. 2021 കുഞ്ഞാലിക്കുട്ടി 70,000 വോട്ടും CPM 40,000 വോട്ടും നേടിയ മണ്ഡലമാണ്. PGG ആണ് അന്ന് CPMന് വേണ്ടി മത്സരിച്ചത്. സഭ കുണ്ടപ്പുഴക്കൽ ഇന്നത്തെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി 11,000 വോട്ട് നേടിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 30,000 വോട്ടായിരുന്നു. 30,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നത്. 2017 ബൈ ഇലക്ഷനിൽ KNA ഖാദർ മത്സരിച്ചപ്പോൾ IUML 65,000 വോട്ടും CPMന്റെ അഡ്വക്കേറ്റ് PP ബഷീർ 41,000 വോട്ടും. അന്ന് ഭൂരിപക്ഷം 23,000 ആയിരുന്നു. SDPIക്ക് 10,000 ചില്ലാനം വോട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. 2016 PK കുഞ്ഞാലിക്കുട്ടി 72,000 CPMന്റെ PP ബഷീർ 34,000 വോട്ട്. അന്നത്തെ ഭൂരിപക്ഷം 32,000. 2011 എത്തുമ്പോൾ 63,000 വോട്ടാണ് കുഞ്ഞാലിക്കുട്ടി നേടിയത്. INL ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി KP ഇസ്മയിൽ. അന്നത്തെ ഭൂരിപക്ഷം 38,000 വോട്ട്. അപ്പോൾ ആവറേജ് ഒരു 30,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അത് KM ഷാജി എത്ര കൂട്ടുന്നു എന്നുള്ളതാണ് നോക്കാനുള്ളത്. കുറഞ്ഞാൽ അത് എത്ര കുറയും എന്നുള്ളതും വിഷയമാണ്. മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ അത് KM ഷാജിയെ കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു വിമർശനമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി വള്ളിക്കുന്ന് മണ്ഡലം TV ഇബ്രാഹിമാണ് മുസ്ലിം ലീഗിന് മത്സരിക്കുന്നത്. CP മുസ്തഫയാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. BJPക്ക് അത്യാവശ്യം വോട്ടുള്ള മണ്ഡലമാണ്. BJPയും മത്സരിക്കുന്നുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ അബ്ദുൽ ഹമീദ് UDFന് വേണ്ടി മത്സരിച്ചപ്പോൾ 71,000 വോട്ടാണ് ഹമീദ് നേടിയത്. INLന്റെ AP അബ്ദുൽ വഹാബ് 57,000 ചില്ലാനം വോട്ട് നേടി. ഭൂരിപക്ഷം 14,000 ചില്ലാനമായിരുന്നു. 2016 അബ്ദുൽ ഹമീദ് 59,000 അഡ്വക്കേറ്റ് OK തങ്ങൾ INLന് വേണ്ടി 47,000 വോട്ട് നേടി. 12,000 ആയിരുന്നു ഭൂരിപക്ഷം. 2011 വരുമ്പോൾ KNA ഖാദർ എന്ന് വിജയിച്ച മണ്ഡലമാണ്. 57,000 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി KV ശങ്കരനാരായണൻ 39,000 വോട്ടും നേടി. അങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ക് എന്നുള്ളത് വള്ളിക്കുന്ന് മണ്ഡലത്തിന്റെ. അപ്പോ
യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇപ്രാവശ്യം ശക്തമായ മത്സരം നടന്നോ ഇല്ലെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ടി വി ഇബ്രാഹിമിലൂടെ യു ഡി എഫ് നിലനിർത്താനാണ് സാധ്യത. പ്രത്യേകിച്ചും 10 വർഷത്തെ എൽ ഡി എഫിന്റെ ഭരണമാണ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അത്തരം ഒരു മേധാവിത്വ മണ്ഡലത്തിൽ കിട്ടും. മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലമാണ്. ടി വി ഇബ്രാഹിം വിജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ളത് മാത്രമാണ് നോക്കാനുള്ളത്. ബി ജെ പിക്ക് 19,000 20,000-നടുത്ത് വോട്ടുണ്ട്. ആ വോട്ട് വളരെ നിർണായകവുമാണ്. ഈ തിരൂരങ്ങാടി മണ്ഡലമാണ്. തിരൂരങ്ങാടി മണ്ഡലത്തിൽ PMA സമീറാണ് UML സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അജിത് കോലാടിയാണ് LDF സ്ഥാനാർത്ഥി. ഈ സീറ്റിനെ പറ്റി PMA സമീറിന് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു, വിവാദങ്ങൾ ഉണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ KPA മജീദ് വിജയിച്ച മണ്ഡലമാണ്. 73,000 വോട്ടാണ് അന്ന് മജീദ് നേടിയത്. നിയാസ് പുളിക്കകലത്ത് 63,000 ചില്ലാനം വോട്ട് CPIക്ക് വേണ്ടി നേടി. അന്നത്തെ ഭൂരിപക്ഷം 9,578. 2016 KP അബ്ദുൾ റബ്ബ് വിജയിച്ച മണ്ഡലം 63,000 വോട്ട്. അന്ന് നിയാസ് പുളിക്കകത്ത് 56,000 ചില്ലാനം വോട്ട് നേടി. അന്നത്തെ ഭൂരിപക്ഷം 6,000 ചില്ലാനം. 2011 KP അബ്ദുൾ റബ്ബ് 58,000 വോട്ടും K അബ്ദുൾ സമദ് CPIക്ക് വേണ്ടി 28,000 വോട്ടുമാണ് നേടിയത്. പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ 2011 30,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ് 2021 എത്തുമ്പോൾ അത് കേവലം 9,000 ചില്ലാനമായിട്ട് മാറുന്നത്. അത് 2016 6,000 ചില്ലാനമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഭൂരിപക്ഷത്തിൽ വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ തിരൂരങ്ങാടി മണ്ഡലത്തെ പറ്റി മറ്റുള്ള ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. IUML നിലനിർത്താൻ തന്നെയാണ് സാധ്യത. ലീഗിന്റെ പച്ചക്കോട്ടയിൽ ഉൾപ്പെടുത്താവുന്ന മണ്ഡലമാണ്. ഈ സമീർ എന്ന സ്ഥാനാർത്ഥി PMA സമീർ നിയമസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. താനൂർ മണ്ഡലത്തെ പറ്റി, കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം, PK ഫിറോസിലൂടെ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു കഠിനമായ ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. IUML PK നവാസ് യുവാക്കളുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ MSFന്റെ രാഷ്ട്രീയ നേതൃത്വമായിരുന്നു. അപ്പോൾ PK നവാസാണ് ലീഗിന് വേണ്ടി മത്സരിക്കുന്നത്. മുഹമ്മദ് സമീർ NSSCക്ക് വേണ്ടി, LDFന് വേണ്ടി NSC മത്സരിക്കുന്ന മണ്ഡലമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ V അബ്ദുറഹ്മാൻ 70,000 ചില്ലാനം വോട്ട് നേടി. IUMLന്റെ PK ഫിറോസിന് 69,000 ചില്ലാനം വോട്ടാണ് നേടിയത്. 985 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ V അബ്ദുറഹ്മാനിന് കിട്ടിയത്. V അബ്ദുറഹ്മാൻ മണ്ഡലം മാറിയത് എന്തുകൊണ്ടാണ്? തോൽവി ഭയന്നുകൊണ്ടെന്നാണ് UDF ആരോപിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ V അബ്ദുറഹ്മാൻ 64,000 വോട്ടും അബ്ദുറഹ്മാൻ രണ്ടത്താണി 59,000 വോട്ടും. അന്ന് 5,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. 2011 അവസാനം മുസ്ലിം ലീഗ് വിജയിച്ചത്. അന്ന് 51,000 വോട്ട് അബ്ദുറഹ്മാൻ രണ്ടത്താണിയും E ജയൻ 42,000 വോട്ടും. അതിനുശേഷം UDFന്റെ കയ്യിൽ നിന്നും മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്നും സീറ്റ് പോയി. VV അബ്ദുറഹ്മാൻ 2 തവണ വിജയിച്ചു. പക്ഷേ ഇപ്രാവശ്യം VV അബ്ദുറഹ്മാൻ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല. പകരം മത്സരിക്കുന്ന മുഹമ്മദ് സമീറിന് അത് ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. PK നവാസ് ലൂടെ UDF അഥവാ മുസ്ലിം ലീഗ് തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറുത്താണെങ്കിൽ മറ്റൊരു അട്ടിമറിയാണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ സാഹചര്യം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ VV അബ്ദുറഹ്മാൻ മണ്ഡലം മാറിയത്. PK നവാസിനാണ് ജയസാധ്യത കൂടുതൽ. മന്ത്രി കൂടിയായ V അബ്ദുറഹ്മാൻ നേരത്തെ താനൂർ വിട്ടിപ്പോൾ തിരൂറിലേക്കാണ് പോയിരിക്കുന്നത്. തിരൂറിൽ V അബ്ദുറഹ്മാനെതിരെ മത്സരിക്കുന്നത് കുർക്കോളി മൊയ്തീനാണ്. കുർക്കോളി മൊയ്തീൻ എന്ന സിറ്റിംഗ് MLA-ക്കെതിരെയാണ് VV അബ്ദുറഹ്മാൻ ഇപ്രാവശ്യം മത്സരിക്കുന്നത്. കുർക്കോളി മൊയ്തീൻ കഴിഞ്ഞ തവണ 82,000 ചില്ലാനം വോട്ടും LDFന്റെ 75,000 വോട്ടിനെതിരെയാണ്. BJPക്ക് 9,000 ചില്ലാനം വോട്ടുണ്ട്. 2016 C മമ്മൂട്ടി 73,000 ചില്ലാനം വോട്ട് നേടി. LDFന്റെ ഗഫൂർ P ലില്ലിസ് 66,000 വോട്ടാണ് അന്ന് നേടിയത്. അപ്പോൾ ഇതാണ് 2011 C മമ്മൂട്ടി 69,000 വോട്ടും CPMന്റെ P അബ്ദുള്ളക്കുട്ടി 45,000 വോട്ടുമാണ് നേടിയത്. മത്സരം കടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. VV അബ്ദുറഹ്മാന് പ്രശ്നമുണ്ട്. മന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ പെർഫോമൻസുമായി അല്ലെങ്കിൽ അവിടെ ഉണ്ടായ പല സാഹചര്യങ്ങളുമായി മുൻനിർത്തി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കുർക്കോളി മൊയ്തീൻ എന്നുള്ളത് ഒരു യാഥാസ്ഥിതിക നേതാവാണ്. മുസ്ലിം ലീഗിലെ പരമ്പരാഗത ശൈലിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ കുർക്കോളി മൊയ്തീന്റെ VV അബ്ദുറഹ്മാൻ മറിക്കുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. എങ്കിലും ശക്തമായ മത്സരം തന്നെ നടന്നിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. UDFന് ഒരു മേൽക്കോയ്മ മണ്ഡലത്തിലുണ്ട്. അവരുടെ സിറ്റിംഗ് മണ്ഡലമാണ്. അവർക്ക് നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ആ ഒരു 10 വർഷത്തെ സർക്കാരിനെതിരായ വിധിയെഴുത്തുണ്ടാവും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളുണ്ടാവും. പക്ഷേ എതിരുള്ളത് VV അബ്ദുറഹ്മാനാണ്.
അതുകൊണ്ട് മാത്രം മത്സരം എങ്ങനെയാണെന്ന് ചിലപ്പോൾ നോക്കേണ്ടതായിട്ട് വരും. കോട്ടക്കൽ മണ്ഡലത്തെ പറ്റിയാണ്. കെ ആബിദ് ഹുസൈൻ തങ്ങളാണ് IUML വേണ്ടി മത്സരിക്കുന്നത്. പ്രീതി കൊഞ്ചത്താണ് LDFന്റെ സ്ഥാനാർത്ഥി. BD JS ആണ് NDA പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. 2021 കെ ആബിദ് ഹുസൈൻ തങ്ങൾ 81,700 വോട്ട് നേടിയ മണ്ഡലത്തിൽ NCP അന്ന് മത്സരിച്ചു. NA മുഹമ്മദ് കുട്ടി 65,000 വോട്ടാണ് നേടിയത്. ഭൂരിപക്ഷം 16,000 ചില്ലാനും. 2016 കെ ഹാബിദ് ഹുസൈൻ തങ്ങൾ 71,000 വോട്ടും NCPയുടെ മുഹമ്മദ് കുട്ടി 56,000 വോട്ടും. അന്നത്തെ ഭൂരിപക്ഷം 15,000 ചില്ലാനും. 2011 അബ്ദുസമദ് സമദാനി 69,000 NCPയുടെ CPK ഗുരുക്കൾ 33,000 ചില്ലാനും. അപ്പോൾ വലിയ സാധ്യതകളോ സാധ്യതകളോ ഒന്നും കാണുന്നില്ല. കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ തന്നെ നിലനിർത്താൻ സാധ്യത. IUMLന്റെ എണ്ണത്തിൽ മറ്റൊരു സീറ്റും കൂടി നമ്മൾക്ക് കാണാൻ പറ്റും. KT ജലീലിന്റെ മണ്ഡലമായ തവനൂറിനെ പറ്റിയാണ്. തവനൂർ അതിശക്തമായ പോരാട്ടം കഴിഞ്ഞ തവണ നടന്നിരുന്നു. PK ഫിറോസ് എന്ന സ്ഥാനാർത്ഥിയെ UDF നിർത്തിയപ്പോൾ ഇന്ന് 2026 വീണ്ടും KT ജലീലിലൂടെ തന്നെ LDF മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. കോൺഗ്രസിന് വേണ്ടി അഡ്വക്കേറ്റ് VS ജോയി ആണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. STPയും അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. BJPയും മത്സര രംഗത്തുണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ KT ജലീൽ 69,000 ചില്ലാനം വോട്ട് നേടിയപ്പോൾ ഫിറോസ് കുന്നംപറമ്പിലും സമാന വോട്ട് നേടി. പക്ഷേ ഒരു 67,000 ചില്ലാനം വോട്ടിലേക്ക് അത് എത്താൻ കഴിഞ്ഞുള്ളൂ. 2,000 ചില്ലാനം വോട്ടിനായിരുന്നു അന്ന് KT ജലീലിന്റെ വിജയം. 2016 തെരഞ്ഞെടുപ്പിൽ KT ജലീൽ 68,000 വോട്ടും ഇഫ്തിഖാറുദ്ദീൻ മാസ്റ്റർ 51,000 വോട്ടുമാണ് കോൺഗ്രസിന് വേണ്ടി നേടിയത്. ഇനി 2011 എത്തുമ്പോൾ KT ജലീൽ 57,000 വോട്ടും VV പ്രകാശ് 50,000 വോട്ടുമാണ് നേടിയത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 2,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. തവനൂർ പിടിക്കുക എന്നുള്ളത് UDFന്റെ മുഖ്യ അജണ്ടയാണ്. പ്രത്യേകിച്ചും KT ജലീലിനെ മലപ്പുറത്ത് നിന്നും തവനൂരിൽ നിന്നും തുരത്തുക എന്നുള്ളത് അത് വലിയൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഫിറോസ് കുന്നംപറമ്പലിനെ മത്സരിപ്പിച്ചത്. ആ ഫിറോസ് കുന്നംപറമ്പലിനെ മത്സരിപ്പിച്ചിട്ട് വളരെ വലിയ മത്സരം നടത്താൻ പറ്റി, എല്ലാ അടവുകളും പറ്റി. പക്ഷെ അവസാന നിമിഷം തോൽക്കുകയായിരുന്നു. ഇപ്രാവശ്യവും ശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളത്. മണ്ഡലം അട്ടിമറിയുമോ, KT ജലീലിന്റെ കയ്യിൽ നിന്ന് മണ്ഡലം പോകുമോ എന്നുള്ളത് നോക്കേണ്ട കാര്യമാണ്. ചെറിയൊരു സാധ്യത LDFന് മുൻതൂക്കം കാണുന്നുണ്ട്. LDFന് മുൻതൂക്കമുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെ നഷ്ടപ്പെടാതിരിക്കാനുള്ള പണികൾ KT ജലീൽ എടുത്തിട്ടുണ്ടാകും. വലിയ സാധ്യതകൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വലിയ മത്സരമായിരുന്നു, ടൈറ്റ് മത്സരമായിരുന്നു. എങ്കിൽ പോലും നേരിയ ഒരു വിജയ സാധ്യത LDFന് തന്നെ കാണേണ്ടി വരും. KT ജലീൽ തന്നെ നിലനിർത്താനാണ് സാധ്യത കൂടുതൽ. ഇനി പൊന്നാനി മണ്ഡലത്തെ പറ്റിയാണ്. കാലങ്ങളായിട്ട് ഇടതുപക്ഷ കോട്ടയാണ്. LDFന്റെ കയ്യിലുള്ള മണ്ഡലമാണ്. LDFന്റെ കയ്യിലുള്ള മണ്ഡലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ കാലങ്ങളായിട്ടുള്ള മണ്ഡലമാണ്. CPMന് വേണ്ടി അഡ്വക്കേറ്റ് MK സക്കീറാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി KP നൌഷാദ് അലിയാണ് മത്സരിക്കുന്നത്. BD JS ആണ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ 74,000 വോട്ടാണ് P നന്ദകുമാർ CPMന് വേണ്ടി നേടിയത്. അന്ന് കോൺഗ്രസിന്റെ AM രോഹിത് 57,000 വോട്ട് നേടി. 2016 തെരഞ്ഞെടുപ്പിൽ P ശ്രീരാമകൃഷ്ണൻ 69,000 വോട്ടും PT അജയ മോഹനൻ 53,000 വോട്ടും. അന്ന് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം. 2021 വരുമ്പോൾ ഭൂരിപക്ഷം 17,000 വോട്ടിൻ്റെതായി മാറുന്നു. 2011 P ശ്രീരാമകൃഷ്ണനായിരുന്നു സ്ഥാനാർത്ഥി, 57,000 വോട്ടും PT അജയ മോഹനൻ 53,000 വോട്ടാണ്. അപ്പൊ അന്നത്തെ ഭൂരിപക്ഷം 4,000 ചില്ലാനമാണ്. എങ്ങനെ ടൈറ്റ് മത്സരം നടന്നാലും അത് LDFന് തന്നെ നിലനിർത്തുന്ന അവസ്ഥയാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ല. അതവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പൊന്നാനി LDF തന്നെ നിലനിർത്താനാണ് സാധ്യതകളുള്ളത്. ശക്തമായ മത്സരം നടന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. കേരളത്തിലുള്ള ഏറ്റവും വലിയ ജില്ലയായ മലപ്പുറം ജില്ലയെ പറ്റിയാണ് ഇന്ന് പറഞ്ഞത്. 16 നിയമസഭാ മണ്ഡലങ്ങൾ, ഏറ്റവും മുസ്ലിം ലീഗിന്റെ കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങൾ, പച്ചക്കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങൾ, അങ്ങനെ UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങൾ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം UDFന് സമ്മാനിച്ച ജില്ല എന്ന് വിശേഷിപ്പിക്കാവുന്ന, കാലങ്ങളായിട്ട് UDFനെ പിന്തുണക്കുന്ന ജില്ല, ആര് ഭരണത്തിലേറിയാലും UDFന് മേൽക്കോയ്മ കൊടുക്കുന്ന ജില്ല. അങ്ങനെയുള്ള ജില്ലയിൽ 10 വർഷം ഭരിച്ച LDF സർക്കാരിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ, LDF സർക്കാരിനെ വിലയിരുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ
UDF-ന് സ്വാഭാവികമായിട്ടും മേൽക്കോയ്മയുള്ള ജില്ലയായതുകൊണ്ട് തന്നെ UDF-ന് ആ മേൽക്കോയ്മ കിട്ടും. 2 സീറ്റിൽ മാത്രമാണ് LDF വിജയപ്രതീക്ഷ ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ വെച്ചു പുലർത്തുന്നത്. അത് പൊന്നാനിയും തവനൂറുമാണ്. KT ജലീലിന്റെയും CPM-ന്റെയും 2 മണ്ഡലങ്ങൾ. പക്ഷേ ഇവിടെ മറ്റു ചില മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ 2-14 UDF 14 സീറ്റും LDF 2 സീറ്റും, അല്ല എങ്കിൽ LDF-ന്റെ സീറ്റെണ്ണം എത്ര വർദ്ധിക്കുന്നു, 2-ൽ എത്ര കൂടിയാലും അത് LDF-നെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു മാറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ LDF ഉറച്ച് പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങൾക്കപ്പുറം അത് പോയാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. ഇനി UDF-നെ സംബന്ധിച്ചിടത്തോളം 16 പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ള സമ്പൂജ്യരാക്കാൻ VD സതീശൻ എണ്ണിയ ജില്ലകളിൽ പെട്ടതാണ്. ആദ്യം വയനാട് പറഞ്ഞു, പിന്നീട് മലപ്പുറമാണ് പറഞ്ഞത്. മലപ്പുറം ജില്ലയിൽ LDF-നെ 0 ആക്കുമെന്നാണ് VD സതീശന്റെ പ്രഖ്യാപനം, UDF-ന്റെ പ്രഖ്യാപനം. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ എല്ലാവിധ കാര്യങ്ങളും ഒത്തുപേർന്നു വന്നാൽ 16 എന്നുള്ള നമ്പർ സമ്പൂർണ്ണമായിട്ട് മറികടക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. എങ്കിൽ പോലും 4, 12, 14 അല്ലെങ്കിൽ 15-1 അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞാൽ LDF 3-4 സീറ്റുകൾ നേടിയാൽ അത് ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ. 2-നപ്പുറം എത്ര സീറ്റ് കൂട്ടി കിട്ടിയാലും LDF-നെ സംബന്ധിച്ചിടത്തോളം അത് ബോണസ് ആണെന്ന് പറയേണ്ടി വരും.